ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ബ്ലൗസിനെ കുറിച്ചിട്ടുള്ള വീഡിയോ ആണ്. അതായത് നമ്മുടെ 3 ടക്ക് ബ്ലൗസിൽ തന്നെ 2 തരം കട്ടിംഗ് ഉണ്ട്. അതായത് 1/4 സെൻറ്റർ ഗ്യാപ്പ് ബ്ലൗസും. അപ്പോൾ ഇതിൻ്റെ മുമ്പ് ഈ വീഡിയോ ഇട്ടുണ്ടായിരുന്നു. പിന്നെ ഈ 2 കട്ടിങ്ങിലും നമുക്ക് ക്രോസ് ആയിട്ട് വെച്ചിട്ടും കട്ട് ചെയ്യാം. അപ്പോൾ അങ്ങനെ 3 തരത്തിലാണ് നമ്മളിത് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ സെൻറ്റർ ഗ്യാപ്പും 1/4 ആർക്കൊക്കെ ഇടണം എന്നുള്ളത് ഇതിൻ്റെ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ കട്ടിങ്ങിൽ വരുമ്പോൾ എന്തൊക്കെ മാറ്റമാണ് നമ്മുടെ ബാക്ക് സൈഡ് വരുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞു തരാൻ പോകുന്നത്. അതായത് നമ്മുടെ ചെസ്റ്റിനെക്കാട്ടിലും ബ്രസ്റ്റ് കൂടുതലാണെന്നുണ്ടെങ്കിൽ ഒരളവിലും, ചെസ്റ്റിനെക്കാട്ടിലും ബ്രസ്റ്റ് കുറവാണെന്നുണ്ടെങ്കിൽ ഒരളവിലുമാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ ബാക്ക് സൈഡ് നമ്മുടെ കറക്റ്റ് ആക്കിയാൽ തന്നെ ബ്ലൗസ് കട്ട് ചെയ്യുമ്പോൾ ഫ്രണ്ട് സൈഡ് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് കറക്റ്റായിട്ട് വന്നോളും. ബാക്ക് തന്നെ ശരിയായിട്ട് നമ്മൾ കട്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിലാണ് ഈ ബ്ലൗസിൽ പ്രശ്നങ്ങൾ വരുന്നത്. അപ്പം നമുക്ക് ആദ്യം അളവുകൾ നോക്കാം കേട്ടോ. ഞാൻ ആദ്യം 1/4 ബ്ലൗസിൻ്റെയാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ 1/4 ബ്ലൗസിൽ ചെസ്റ്റ് 37. ഇപ്പോൾ ഒരു എക്സാമ്പിളിനായിട്ടാണ് പറയുന്നത് കേട്ടോ. നിങ്ങളുടെ അളവ് എത്രയാണോ അത് വെച്ചിട്ട് കാൽക്കുലേഷൻ ചെയ്താൽ മതി. മിഡിൽ ചെസ്റ്റ് വരുന്നത് 38 ആണ്. വേസ്റ്റ് വരുന്നത് 33. അതായത് നമ്മുടെ ചെസ്റ്റ് എത്രയാണോ അതിനെക്കാട്ടിലും 1 ഇഞ്ചോ 1.5 ഇഞ്ചോ നമ്മുടെ മിഡിൽ ചെസ്റ്റ് കൂടുതലായിരിക്കണം. അതിൽ കൂടരുത് കേട്ടോ. അതായത് ചെസ്റ്റ് എത്രയാണ് നിങ്ങൾക്ക് 37 ആണെന്നുണ്ടെങ്കിൽ 1 ഇഞ്ച് കൂടുതലായിട്ട് നിങ്ങളുടെ ബ്രസ്റ്റ്, അതായത് നിപ്പിൾ പോയിൻറ്റിൻ്റെ റൗണ്ട് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് 1/4 കട്ടിങ്ങിൽ ചെയ്തെടുക്കാം. അതേപോലെ തന്നെ നമ്മുടെ വേസ്റ്റ് നോക്കുമ്പോൾ നമ്മുടെ ചെസ്റ്റ് എത്രയാണോ അതിൽ നിന്നും -4 ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റായിരിക്കണം നമ്മുടെ ഹിപ്പിൻ്റെ അളവ്. അതായത് ചെസ്റ്റിൽ നിന്നും 4 ഇഞ്ച് കുറച്ചിട്ട് വരുന്നതായിരിക്കണം നമ്മുടെ വേസ്റ്റിൻ്റെ അളവ്. ഇങ്ങനെയൊക്കെ കറക്റ്റായിട്ടുള്ള അളവുകൾ വരുമ്പോഴാണ് നമ്മൾ 1/4 കട്ട് ചെയ്തെടുക്കുന്നത്. അതായത് നമ്മുടെ ബോഡി മെഷർമെൻറ്റിന് 4ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് അതിൽ കൂടുതലായിട്ട് ഒന്നും ചേർത്താതെ കട്ട് ചെയ്യുന്നതാണ് ഈ 1/4 ബ്ലൗസ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഇങ്ങനെ ഈ പറഞ്ഞ അളവിലുള്ള വരുന്നവർക്ക് ചെയ്യുന്നതാണ്. ഇനി നമ്മൾ സെൻറ്റർ ഗ്യാപ്പ് ബ്ലൗസാണ്. സെൻറ്റർ ഗ്യാപ്പ് ബ്ലൗസ് പറയുമ്പോൾ ചെസ്റ്റ് അതേ 37 ഇവിടെ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ അളവ് എത്രയാണോ അത് വെച്ചിട്ട് ചെയ്ത് നോക്കുക. 37. മിഡിൽ ചെസ്റ്റ് വരുന്നത് 39 അല്ലെങ്കിൽ 40, 41, 42 അങ്ങനെ ചെസ്റ്റിനെക്കാട്ടിലും മിഡിൽ ബ്രസ്റ്റ് കൂടുതലായിട്ടുണ്ടെങ്കിൽ, അതായത് ചെസ്റ്റിൻ്റെ അളവ് ഹെവി ആയിട്ടുള്ളവർക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നതാണ് സെൻറ്റർ ഗ്യാപ്പ് ബ്ലൗസ്. പിന്നെ വേസ്റ്റും അതേപോലെ എന്തായാലും നമ്മുടെ മിഡിൽ ബ്രസ്റ്റ് കൂടുന്തോറും, അതായത് നിപ്പിൾ പോയിൻറ്റിൻ്റെ റൗണ്ട് കൂടുന്തോറും താഴെ വേസ്റ്റിലും വ്യത്യാസം വരും. അപ്പം നമുക്ക് ഉറപ്പായിട്ടും ചെസ്റ്റിൽ നിന്നും 4 ഇഞ്ച് കുറച്ചിട്ടായിരിക്കില്ല നമ്മുടെ വേസ്റ്റ് വരുന്നത്. അപ്പോൾ അതിനൊക്കെ എങ്ങനെയാണ് നമ്മൾ ഈ 2 തരത്തിലുള്ള കട്ടിങ്ങിലും ഒരേ ബാക്കിലാണ് കേട്ടോ ചെയ്ത് കാണിക്കാൻ പോകുന്നത്. ആദ്യം 1/4 പിന്നെ 1/4 നിന്നും എന്തൊക്കെ മാറ്റങ്ങൾ ചെയ്തിട്ടാണ് നമ്മൾ സെൻറ്റർ ഗ്യാപ്പ് ബ്ലൗസാക്കി മാറ്റുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അപ്പം നമുക്ക് ആദ്യം 37 ചെസ്റ്റും മിഡിൽ ചെസ്റ്റ് 38 വേസ്റ്റ് 33 ഉള്ള അളവാണ് എക്സാമ്പിളായിട്ട് ഇവിടെ കാണിക്കുന്നത് കേട്ടോ. അപ്പം നമ്മളിതിൽ എപ്പോഴും ഇറക്കം എടുക്കുന്ന പോലെ ആദ്യം മാർക്ക് ചെയ്തെടുക്കുക. ഞാനിവിടെ 13.5 ഇഞ്ചാണ് കേട്ടോ മാർക്ക് ചെയ്തെടുക്കുന്നത്. അതായത് ലെങ്ത്ത്, ബ്ലൗസിൻ്റെ ലെങ്ത്ത് 13.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇതൊരു ലൈനാക്കി എടുക്കുക. ഇനി അടുത്തത് നമുക്ക് നെക്കിൻ്റെ ലെങ്ത്ത് വരുന്നത് 8 ഇഞ്ചാണ് കേട്ടോ. അപ്പോൾ നെക്കിൻ്റെ ലെങ്ത്ത് 8 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. എത്രയാണോ ലെങ്ത്ത് എടുക്കുക അതേപോലെ മാർക്ക് ചെയ്തെടുക്കുക കേട്ടോ ഇവിടെ. ഇനി അടുത്തത് ഷോൾഡറാണ്. ഫുൾ ഷോൾഡർ വരുന്നത് 16 ഇഞ്ചാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ 6 ഇഞ്ചാണ് എടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കാൽക്കുലേഷൻ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കാണുക കേട്ടോ. അപ്പോൾ ഇതേപോലെ ഷോൾഡർ എടുത്തു. നമ്മൾ 1/4 ബ്ലൗസിൽ ഷോൾഡർ എത്രയാണോ എടുക്കുന്നത് അതേ ഷോൾഡറിൻ്റെ അളവ് തന്നെ ആയിരിക്കണം കൈക്കുഴിയായിട്ട് എടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഞാനിവിടെ 6 ഇഞ്ചാണ് ഷോൾഡർ എടുത്തിരിക്കുന്നത്. ഹാഫ് ഷോൾഡറാണേ. അപ്പോൾ ഇതിന് അതേപോലെ താഴ്ഭാഗത്തേക്കായിട്ട് കൈക്കുഴിക്കും മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി അടുത്ത് നമ്മൾ മാർക്ക് ചെയ്ത ഹാഫ് ഷോൾഡറിൽ നിന്നും നമുക്ക് ആവശ്യമുള്ള ചെറിയ ഷോൾഡർ, അതായത് നെക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ചെറിയ ഷോൾഡർ ഉണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ അളവാണ് നോക്കുന്നത് കേട്ടോ. അപ്പോൾ എനിക്കിവിടെ 2 ഇഞ്ചാണ് വേണ്ടത്. അപ്പോൾ ഒരു 1/2 ഇഞ്ച് ഷോൾഡറിൻ്റെ അവിടെ നിന്ന് തയ്യൽ തുമ്പ് വിട്ടു. 2 ഇഞ്ച് റെഡി അളവ് ഇതേപോലെ മാർക്ക് ചെയ്തിട്ട് നെക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ള ഒരു തയ്യൽ തുമ്പും കൂടി വിടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതായത് നിങ്ങൾക്ക് എത്രയാണോ കറക്റ്റ് ചെറിയ ഷോൾഡർ വേണ്ടത് അതിൻ്റെ 2 സൈഡായിട്ട് ഇതേപോലെ തയ്യൽ തുമ്പ് എടുക്കുക. എനിക്കിവിടെ 3 ഇഞ്ചാണ് കഴുത്ത് വരുന്നത് കേട്ടോ. അതായത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ
3.25 ആവും. അപ്പോൾ ഞാനിവിടെ 3 ഇഞ്ചാണ് എടുക്കുന്നത്. ഇതേപോലെ 3 ഇഞ്ച് താഴ്ഭാഗത്തും മാർക്ക് ചെയ്തിട്ട് ഇതൊരു ബോക്സ് വരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേപോലെ തന്നെ കൈക്കുഴിയും ബോക്സ് വരച്ചെടുക്കുക. അപ്പോൾ ഇതെല്ലാവർക്കും അറിയുന്നതായിരിക്കുമല്ലോ. പിന്നെ നെക്കും അതേപോലെ നിങ്ങൾക്ക് ഏത് ഡിസൈനാണോ വേണ്ടത് ഇങ്ങനെ വരച്ചു കൊടുക്കുക. ഇനി അടുത്ത നമ്മൾ കൈക്കുഴിയാണ് കേട്ടോ നോക്കുന്നത്. കൈക്കുഴി നമ്മൾ എത്രയാണോ കൈക്കുഴിയുടെ ലെങ്ത് എടുത്തത് അതിൻ്റെ പകുതി മാർക്ക് ചെയ്തെടുക്കണം കേട്ടോ. ഞാനിവിടെ 6 ഇഞ്ചാണ് എടുത്തത്. അപ്പോൾ 3 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് അതിൻ്റെ താഴെയായിട്ട് ഒരു 1/4 ഇഞ്ച് ഇറക്കി മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ കറക്റ്റ് പോയിൻ്റ് കേട്ടോ. ഇതിൽ നിന്ന് നമ്മൾ കൈക്കുഴി എടുക്കുമ്പോൾ ഷോൾഡറിൻ്റെ അവിടുത്തെ അതേപോലെ കൈക്കുഴിയുടെ അവിടുത്തെ ചുളിവ് വരാതെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ചെസ്റ്റിൻ്റെ റൗണ്ടാണ് നോക്കുന്നത്. 37 ഡിവൈഡഡ് ബൈ 4 9.25 വരുന്നത് കേട്ടോ. അപ്പോൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 9.25 പ്ലസ് 1.5 ഇഞ്ച് 1.25 ഇഞ്ച് തയ്യൽ തുമ്പ് വിടുക. ഇനി അടുത്തത് നമുക്ക് വേസ്റ്റിൻ്റെയാണ് നോക്കേണ്ടത് കേട്ടോ. വേസ്റ്റ് 33 33 4ൽ ഇങ്ങനെ ഭാഗിക്കുമ്പോൾ എനിക്ക് 8.25 വരുന്നത്. അപ്പോൾ 8.25ൻ്റെ കൂടെ 1 ഇഞ്ച് ടക്കിനായിട്ട് നമ്മൾ സെൻറ്റർ ബാക്ക് ടക്ക് പിടിക്കുമല്ലോ, അപ്പോൾ അതിനായിട്ട് 1 ഇഞ്ച് വിട്ടിട്ട് അതിൻ്റെ പുറമെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പിനും വിടാം കേട്ടോ. അപ്പോൾ ഇതെല്ലാവരും ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇനി ഇത് നമ്മൾ ടക്ക് മാർക്ക് ചെയ്തല്ലോ അവിടെയും ചെസ്റ്റിൻ്റെ റെഡി അളവിലും ഒരു ലൈന് വരച്ച് കൊടുക്കുക. അതേപോലെ തന്നെ തയ്യൽ തുമ്പ് വിട്ടവിടെയും ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക. 1.5ൽ കൂടരുത് കേട്ടോ. തയ്യൽ തുമ്പ് നമ്മുടെ ബ്ലൗസിൻ്റെ ഷേപ്പ് പോവും, അതുകൊണ്ടാണ് 1.25 1.5 എടുത്താൽ മതി. ഇനി അടുത്തതായിട്ട് നമുക്ക് കൈക്കുഴിയാണ് കേട്ടോ വരയ്ക്കേണ്ടത്. അപ്പോൾ കൈക്കുഴി വരയ്ക്കുമ്പോൾ താഴെ ഒരു 1/4 ഇഞ്ച് ഇറക്കി മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിലും താഴത്തെ കൈക്കുഴി ലൈനും കൂടി ടച്ച് ആവുന്ന പോലെ ഇങ്ങനെ ഈ റൗണ്ട് വെച്ചിട്ട് കൈക്കുഴി വരച്ചെടുക്കാം. അപ്പോൾ അടുത്തതായിട്ട് ടക്കാണ് കേട്ടോ, ബാക്ക് ടക്കാണ് മാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് നമ്മൾ ഒന്നില്ലെങ്കിൽ ഷോൾഡറിൻ്റെ സെൻറ്റർ ഭാഗം എടുക്കുക, അതല്ലെങ്കിൽ കൈക്കുഴിയുടെ ഈ ഭാഗത്തെ സെൻറ്റർ ഭാഗം എടുക്കുക. അപ്പോൾ ഇവിടെ രണ്ടും സെയിം ആയതുകൊണ്ട് ഞാൻ 6 ഇഞ്ചിൽ പകുതി 3 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ നിന്നും 1 ഇഞ്ചാണ് നമ്മൾ ടക്കിനായിട്ടുള്ള അളവ് വിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതേപോലെ 1 ഇഞ്ച് കണക്കാക്കിയിട്ട് 4 ഇഞ്ച് ലെങ്ത്തിൽ നമ്മൾ ഈ ബാക്ക് ടക്ക് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അതായത് നമ്മൾ നേരത്തെ വേസ്റ്റിൻ്റെ റെഡി അളവിൽ നിന്നും 1 ഇഞ്ച് എക്സ്ട്രാ ടക്കിനായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതാണ് ഞാനിവിടെ എടുക്കുന്നത്. ഇതേപോലെ ടക്ക് മാർക്ക് ചെയ്തെടുത്തു. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ 1/4 ആക്കിയിട്ട് കട്ടിങ് ചെയ്യുമ്പോൾ ഈ രീതിക്കാണ് ചെയ്യുക. നമ്മൾ എവിടെയും എക്സ്ട്രാ ഇഞ്ചസ് വിട്ടിട്ടില്ല, ലൂസ് വിടാണ്ടാണ് നമ്മൾ ഈ ബാക്ക് മാർക്ക് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനി സെൻറ്റർ ഗ്യാപ്പ് എങ്ങനെയാണെന്നുള്ളതാണ് കേട്ടോ ഇനി കാണിക്കാൻ പോകുന്നത്. അതായത് ചെസ്റ്റിനെക്കാട്ടിലും മിഡിൽ ചെസ്റ്റ് കൂടുതലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ മാർക്കിംഗ് അങ്ങനെ നമുക്ക് സെൻറ്റർ ഗ്യാപ്പ് ബ്ലൗസ് ആക്കിയിട്ട് മാറ്റണം. അപ്പോൾ എല്ലാ അളവും ഇപ്പം നമ്മൾ ചെയ്തതിൽ നിന്നും ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തേണ്ടി വരും കേട്ടോ. അപ്പോൾ ശ്രദ്ധിച്ച് ഫുള്ളായിട്ട് കാണുക കേട്ടോ, എന്നാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഞാനിവിടെ ആദ്യം ഇതിൽ ചെയ്യാൻ പോകുന്നത് ചെസ്റ്റിൻ്റെ അളവാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ ചെസ്റ്റിൻ്റെ അളവ് 37 4ൽ ഡിവൈഡ് ചെയ്തിട്ടാണ് ഇവിടെ 9.25 നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇനി നമ്മൾ ഇത് സെൻറ്റർ ഗ്യാപ്പ് ബ്ലൗസ് ആക്കിയിട്ട് മാറ്റുമ്പോൾ ഇപ്പോൾ 37 ഡിവൈഡഡ് ബൈ 4 ചെയ്തിട്ട് 9.25 മാർക്ക് ചെയ്തതിൻ്റെ പുറമെ ഒരു 3/4 ഇഞ്ചും കൂടി എക്സ്ട്രാ മാർക്ക് ചെയ്തെടുക്കണം. അതായത് ലൂസ് വിടുകയാണ് നമ്മൾ. അപ്പോൾ റെഡി അളവിൽ നിന്നും 3/4 ഇഞ്ച് എക്സ്ട്രാ മാർക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ 3/4 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ 3/4 ഇഞ്ച് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള അളവാണ്. അതായത് ഏത് ചെസ്റ്റ് അളവാണെന്നുണ്ടെങ്കിലും നമ്മൾ സെൻറ്റർ ഗ്യാപ്പ് ബ്ലൗസ് ആയിട്ട് മാറ്റുമ്പോൾ 3/4 ഇഞ്ച് നമുക്ക് കൂട്ടണം. അപ്പോൾ നിങ്ങൾക്ക് 38 ആണെന്നുണ്ടെങ്കിൽ 38ന് 4ൽ ഡിവൈഡ് ചെയ്തിട്ട് അതിൻ്റെ ഒപ്പം 3/4 ഇഞ്ച് കൂട്ടുക, അങ്ങനെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ 3/4 ഇഞ്ച് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി വേസ്റ്റിലാണ് കേട്ടോ. വേസ്റ്റിനും അതേപോലെ തന്നെ റെഡി അളവ് എത്രയാണോ അതിൽ 4ൽ ഒരു ഭാഗം എടുത്തിട്ട് ഇവിടെ മാർക്ക് ചെയ്തെടുക്കുക. അതിൻ്റെ കൂടെ പ്ലസ് 1/2 ഇഞ്ച് മുകളിൽ നമ്മൾ 3/4 ഇഞ്ച് മാർക്ക് ചെയ്തു, വേസ്റ്റിൻ്റെ അവിടെ 1/2 ഇഞ്ച് മാർക്ക് ചെയ്താൽ മതി. ഈ 1/2 ഇഞ്ചും സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള അളവാണ്. എല്ലാ അളവുകളിലേക്കും ഈ 1/2 ഇഞ്ച് കൂട്ടിയാൽ മതിയായിരിക്കും കേട്ടോ. പിന്നെയാണ് നമുക്ക് 1 ഇഞ്ച് ഈ ടക്ക് പിടിക്കാനായിട്ട് മാർക്ക് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത പോലെ തന്നെയാണ് നമ്മുടെ റെഡി അളവിൽ നിന്നും 1/2 ഇഞ്ച് സെൻറ്റർ ഗ്യാപ്പ് ബ്ലൗസിനായിട്ടുള്ള ലൂസ് വിടുന്നതും പിന്നെ അതിൽ നിന്നാണ്
1 ഇഞ്ച് നമ്മൾ ബാക്ക് ടക്കിനായിട്ടുള്ള അളവ് മാർക്ക് ചെയ്യുന്നത് കേട്ടോ. പിന്നെ നമ്മൾ 1.5 ഇഞ്ച് തയ്യൽ തുമ്പിനും വിടുന്നുണ്ട്. അപ്പോൾ മുകളിലും നമ്മൾ അതേപോലെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പിനും മാർക്ക് ചെയ്തിട്ട് ഇതിനെ നമുക്കൊരു ലൈന് വരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഈ റെഡ് കളർ പെന്നിൽ മാർക്ക് ചെയ്യുന്നതാണ് നമ്മുടെ സെൻറ്റർ ഗ്യാപ്പ് ബ്ലൗസിൻ്റെ മാർക്കിംഗ്. അതായത് ഇത് റെഡി അളവും ഇനി മാർക്ക് ചെയ്യുന്നത് തയ്യൽ തുമ്പും. അപ്പം ഞാനിതിൻ്റെ മുമ്പ് ഗ്രീൻ കളർ മാർക്കിങ്ങിൽ ചെയ്തത് 1/4ൻ്റെയും ഇപ്പോൾ റെഡിൽ ചെയ്തത് സെൻറ്റർ ഗ്യാപ്പ് ബ്ലൗസിൻ്റെയാണ് കേട്ടോ. അപ്പോൾ ഇത് ശ്രദ്ധിച്ച് നോക്കിയാലേ കറക്റ്റായിട്ട് മനസ്സിലാവുള്ളൂ. അപ്പം നമ്മൾ അതായത് ബാക്കിൽ വരുന്ന ചെസ്റ്റിൻ്റെയും വേസ്റ്റിൻ്റെയും നോക്കി. ഇനി അടുത്തതായിട്ട് നമുക്ക് നോക്കേണ്ടതാണ് കൈക്കുഴിയുടെ കേട്ടോ. അതായത് നമ്മുടെ 1/4ൽ നിന്നും അളവ് കൂടുമ്പോൾ നമ്മൾ സെൻറ്റർ ഗ്യാപ്പിലേക്കായിട്ട് മാറ്റുമ്പോൾ കൈക്കുഴിയിൽ മാറ്റം വരുത്തണം. അതായത് നമ്മൾ നേരത്തെ ഷോൾഡറിൻ്റെ അതേ അളവാണ് കൈക്കുഴിയിലേക്ക് എടുത്തത് അല്ലേ. അപ്പോൾ ഇത് സെൻറ്റർ ഗ്യാപ്പ് ബ്ലൗസ് ആകുമ്പോൾ ഇതേ അളവ് എടുക്കാൻ പാടില്ല. 1/2 ഇഞ്ച് പിന്നെയും മുകളിലേക്ക് കയറ്റുക. അതായത് സെൻറ്ററിൽ ഗ്യാപ്പ് വരുമല്ലോ, അപ്പോൾ അതിനായിട്ടുള്ള അഡ്ജസ്റ്റ്മെൻറ്റാണ് കേട്ടോ ഇതൊക്കെ. ഇപ്പോൾ ഒരു 1/2 ഇഞ്ച് മുകളിലേക്ക് കയറ്റിയിട്ടാണ് നമ്മൾ സെൻറ്റർ ഗ്യാപ്പ് ബ്ലൗസിന് എടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ 6 ഇഞ്ചിൽ നിന്നും 1/2 ഇഞ്ച് മുകളിലേക്ക് കയറ്റിയിട്ട് 5.5 ഇഞ്ചായിട്ട് ഇവിടെ മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഇതിൽ നിന്നാണ് കൈക്കുഴി വരച്ചെടുക്കേണ്ടത്. അതായത് നമ്മൾ നേരത്തെ ഷോൾഡറിൻ്റെ അവിടെ മാർക്ക് ചെയ്ത ഈ ലൈൻ തന്നെയാണ് താഴ്ഭാഗത്ത് മാത്രം നമ്മൾ ഒരു 1/2 ഇഞ്ച് മുകളിലേക്ക് കയറ്റിയത് കേട്ടോ സെൻറ്റർ ഗ്യാപ്പ് ബ്ലൗസിനായിട്ട്. അപ്പോൾ ഇതിൽ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ 5.5യുടെ പകുതി എടുക്കുക, 2.25 എടുക്കുന്നുണ്ട്. ഇതുപോലെ ടേപ്പ് മടക്കി വെച്ചിട്ട് നോക്കിയാലും മതി കേട്ടോ. അപ്പോൾ ഇതേപോലെ 2.25 എടുക്കുന്നുണ്ട്. അതിൻ്റെ താഴെ ഒരു 1/4 ഇഞ്ച് ഇതേപോലെ മാർക്ക് ചെയ്തെടുക്കാം. പിന്നെ ഇപ്പോൾ പറയുന്നതൊക്കെ നമ്മൾ എല്ലാ ബ്ലൗസിലും ചെയ്യുക കേട്ടോ. അതായത് കൈക്കുഴിയുടെ പകുതിയാക്കിയിട്ട് അതിൽ നിന്നും 1/4 ഇഞ്ച് എടുക്കുന്നത് എല്ലാ ബ്ലൗസിനും ഒരേപോലെയാണ് ചെയ്യേണ്ടത്. ഇനി നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ കൈക്കുഴി വരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് കൈക്കുഴിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. താഴെയുള്ളത് നമ്മുടെ 1/4ൻ്റെയും 1/2 ഇഞ്ച് മുകളിലേക്കായിട്ട് വരച്ചത് സെൻറ്റർ ഗ്യാപ്പ് ബ്ലൗസിൻ്റെയും കൈക്കുഴിയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ബാക്കിൽ വരുന്ന മാറ്റങ്ങൾ. അതായത് 2 ബ്ലൗസിനും ഇതാണ് വ്യത്യാസം. 1/4ന് നമ്മൾ ലൂസ് വിടുന്നില്ല, സെൻറ്റർ ഗ്യാപ്പ് ബ്ലൗസിന് ലൂസ് വിട്ടിട്ടുമാണ് നമ്മളിതിൽ മാർക്ക് ചെയ്തിരിക്കുന്നത് കേട്ടോ. അതേപോലെ തന്നെ ചില കസ്റ്റമർ പറയുകയാണ് എനിക്ക് നെക്ക് നല്ല വൈഡിൽ തന്നെ വേണം പറഞ്ഞിട്ട്. അപ്പം അങ്ങനെ വൈഡായിട്ട് അവർ ചോദിക്കുമ്പോൾ ഒരിക്കലും ഷോൾഡറിൻ്റെ അവിടെ നിന്ന് വൈഡാക്കരുത്. താഴ്ഭാഗത്തു നിന്നാണ് വൈഡ് ചെയ്തിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കേണ്ടത് കേട്ടോ. അതായത് ഇവിടെ 3 ഇഞ്ച് ആണെന്നുണ്ടെങ്കിൽ എനിക്കിവിടെ മുകളിൽ 3 ഇഞ്ച് ആണെന്നുണ്ടെങ്കിൽ താഴ്ഭാഗത്ത് 3 ഇഞ്ചിനെക്കാട്ടിലും 1/2 ഇഞ്ചോ 3/4 ഇഞ്ചോ എക്സ്ട്രാ എടുക്കണം. അല്ലാതെ നമ്മൾ മോൾ ഭാഗത്തു നിന്ന് തന്നെ നമുക്ക് വൈഡ് കൂട്ടുന്നതുകൊണ്ടാണ് ഈ ഷോൾഡർ ഇറങ്ങിപ്പോകുന്ന പ്രശ്നം വരാറുള്ളത്. അപ്പോൾ മോൾ ഭാഗത്ത് ഒന്നും ചെയ്യരുത്. ആ ലൈനിൽ അതേ എത്രയാണോ നിങ്ങൾക്ക് കിട്ടുന്നത് ആ അളവ് അതേപോലെ എടുത്തിട്ട് താഴ്ഭാഗത്ത് അതിൽ നിന്നും 1/2 ഇഞ്ചോ 3/4 ഇഞ്ചോ സ്റ്റാൻഡേർഡ് അളവ് 3/4 ഇഞ്ച് വരെ കൂട്ടാൻ പറ്റുള്ളൂ. അതിൽ മുകളിൽ കൂട്ടരുത് കേട്ടോ. അപ്പോൾ ഇതേപോലെ ഇവിടെ ഞാനൊരു 1/2 ഇഞ്ച് കൂട്ടിയിട്ടാണ് മാർക്ക് ചെയ്തെടുക്കുന്നത് കേട്ടോ. ഇനി നമ്മൾ നേരത്തെ ഒരു 3 ഇഞ്ച് മുകളിൽ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, ആ ലൈനിലേക്ക് ഇതേപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കുക. പിന്നെ ഇവിടെ നിന്നാണ് നമുക്ക് ആ വട്ടം വരയ്ക്കേണ്ടത്. നല്ല വൈഡ് വേണമെന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ കോർണറിൽ നിന്നും 1/2 ഇഞ്ചോ 1 ഇഞ്ചോ വിട്ടാൽ മതി കേട്ടോ. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതേപോലെ ആം ഹോൾ റൗണ്ട് വെച്ചിട്ട് വരച്ചെടുത്താൽ മതി. ഇതേപോലെ റൗണ്ട് വരച്ചെടുക്കുക. അപ്പം നമ്മൾ നെക്കിൽ വൈഡ് കൂട്ടി, അപ്പം നമുക്ക് ഷോൾഡറിലും ഇതേപോലെ മാറ്റങ്ങൾ വരുത്തണം. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഷോൾഡർ ഈ കൈക്കുഴിയുടെ ആ ഭാഗത്തായിട്ട് ചുളിവ് വരും, പിന്നെ പിടിച്ച് വലിച്ച പോലെ തോന്നും നമുക്ക് ഇടുമ്പോൾ. അപ്പം നമ്മൾ ഷോൾഡറിൻ്റെ അവിടെയും മാറ്റം വരുത്തണം. അപ്പോൾ അതിനാദ്യം എന്താ ചെയ്യുക, ചെറിയ ഷോൾഡർ എത്ര ഇഞ്ചാണെന്നുള്ളത് നോക്കുക. അതായത് മുകളിലത്തെ ഈ ഷോൾഡർ എത്ര ഇഞ്ചാണെന്നുള്ളത് നോക്കിയിട്ട് അതേ അളവ് വേണം താഴ്ഭാഗത്ത് ആ കൈക്കുഴിയുടെ കോർണറിൻ്റെ അവിടേക്കും എടുക്കാൻ. അതായത് ഇപ്പം നമ്മൾ നെക്ക് വൈഡ് കൂട്ടിയ ആ ബോക്സ് ഉണ്ടല്ലോ, അവിടെ നിന്നാണ് 3 ഇഞ്ച് എടുക്കേണ്ടത് കേട്ടോ. അപ്പം ഞാനിത് പറയുന്ന കാട്ടിലും നിങ്ങൾക്ക് ഇതിൽ കാണുമ്പോൾ മനസ്സിലാവുണ്ടാവും. അതായത് ഈ ബോക്സ് ഇപ്പോൾ വരച്ച ബോക്സിൽ നിന്നാണ് കേട്ടോ എടുക്കേണ്ട 3 ഇഞ്ച്. പിന്നെ നമ്മൾ നേരത്തെ കൈക്കുഴിയുടെ മുകളിൽ മാർക്ക് ചെയ്തുവല്ലോ, ആ ലൈനിൽ നിന്ന് ഇപ്പം മാർക്ക് ചെയ്ത ആ പോയിന്റിലേക്ക് ഇതേപോലെ ലൈന് വരച്ചു കൊടുക്കുക. അതായത് ഇപ്പോൾ ബ്ലാക്ക് കളറിൽ മാർക്ക് ചെയ്യുന്നതാണ്
നെക്ക് വൈഡ് കൂട്ടിയാൽ നമ്മൾ ചെയ്യേണ്ട കാര്യം കേട്ടോ. അപ്പോൾ ഇപ്പോൾ നമുക്ക് കറക്റ്റ് മുകളിൽ നിന്നും താഴെ വരെ സ്ട്രൈറ്റ് ആയിട്ടുള്ള ഒരേ അളവ് കിട്ടി. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ നെക്ക് വൈഡാക്കിയ കൈക്കുഴിയിൽ മാറ്റം വരുത്തേണ്ടത്. അപ്പോൾ നമ്മൾക്ക് കസ്റ്റമർ തന്നെ ബ്ലൗസ് കൊണ്ടുവന്നിട്ട് തന്നാലും ആ ബ്ലൗസ് നമുക്ക് അവരെങ്ങനെയാണ് 1/4 ആണോ അല്ല സെൻറ്റർ ഗ്യാപ്പാണോ കട്ട് ചെയ്തിരിക്കുന്നത് നോക്കിയിട്ട് വേണം നമുക്ക് കിട്ടിയ ക്ലോത്തിൽ അത് കട്ട് ചെയ്യാൻ കേട്ടോ. അല്ലാതെ നമ്മൾ എല്ലാ അളവുകളും ഒരേ മെത്തേഡിൽ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഇടുന്നവർക്ക് കംഫർട്ട് ആവണം എന്നില്ല. അപ്പോൾ അത് കാരണവും നമുക്ക് ബ്ലൗസിൽ കുറേ കംപ്ലൈൻറ്റുകൾ വരും കേട്ടോ. അപ്പോൾ ഈ കട്ടിങ്ങിൽ ഏതാണ് അവർക്ക് ചേരുക എന്നുള്ളത് നോക്കിയിട്ട് വേണം നമുക്ക് ചെയ്തെടുക്കാൻ. അപ്പോൾ ഇതിൻ്റെ മുമ്പ് 1/4 മാത്രമായിട്ട് 36ഉം 34ഉം 2 സൈസുള്ള അളവുകൾ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ ഫസ്റ്റ് കമൻ്റായിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോ ആയിരിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. അതേപോലെ പുതിയതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ.